നമ്പേഴ്സ് വിത്ത് രഞ്ജിത്തിലേക്ക് സ്വാഗതം. എക്കണോമിക് ടേംസിനെ പറ്റിയുള്ളൊരു സീരീസാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ GDP പറ്റി പറഞ്ഞു, ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ആക്ച്വലി നമ്മളൊരു ഡീഫ്ലേഷനും സ്റ്റാഗ്ഫ്ലേഷനും പോലുള്ള പേരും കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഡീഫ്ലേഷൻ ആൻഡ് സ്റ്റാഗ്ഫ്ലേഷൻ ഈ രണ്ട് ടേംസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാവണമെന്നില്ല, കാരണം നമ്മൾ സ്ഥിരമായി കേൾക്കുന്നൊരു വാക്ക് പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ വളരെ ഒരു ഡിഫറെൻറ്റ് പ്രതിഭാസമാണ് ആക്ച്വലി എക്കണോമിയിൽ ഡീഫ്ലേഷൻ എന്നുള്ളത്. അപ്പോൾ ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഓയിൽ ഷോക്കിന് ശേഷം അങ്ങനെ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞാൽ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മോശപ്പെട്ട ഒരു ഫിനോമിനയാണ്, ഒരു പ്രതിഭാസമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ എന്ന് പറഞ്ഞാൽ, ഈ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറൽ ടെൻഡൻസി, ആളുകളുടെ നാച്ചുറൽ ടെൻഡൻസി വളരെ എസെൻഷ്യലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഇപ്പം കുറച്ചൊക്കെ നീട്ടി വയ്ക്കാൻ പറ്റുന്ന പർച്ചേസസൊക്കെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പം കൺസംഷൻ കോൺട്രാക്റ്റ് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. ആ ഷ്രിങ്ക് ചെയ്യുന്നത് കൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു ഷ്രിങ്കേജ് ഉണ്ടാവും, ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മളെപ്പോഴും ഒരു ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡീഫ്ലേറ്റ് ചെയ്യുക, ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലുതായിട്ടുള്ളൊരു എക്കോണമിയെ നമ്മൾ അതിനൊരു കോൺട്രാക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് കുറയും, വീക്ക് സിഗ്നൽസാണ്, ഒരു എന്തൂസിയാസമൊക്കെ കുറവായിരിക്കും മാർക്കറ്റിൽ. അതേപോലെ തന്നെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ, അതായത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തും വളരെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സാധനമാണ് ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതൽ കുഴപ്പമുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ആളുകൾക്ക് കൂടുതൽ പണം തൊഴിലില്ലായ്മ, വേതനം പോലെയൊക്കെ ഉള്ളത് കൊടുക്കാനായിട്ടുള്ള എന്നാൽ പിന്നെയും ഇൻഫ്ലേഷൻ കൂടും. ഇൻ്റർവെൻഷൻ ഒന്നും നമുക്ക് ചെയ്യാൻ ഒക്കാത്തൊരു സിറ്റുവേഷനാണ് ഈ സ്റ്റാഗ്ഫ്ലേഷൻ. അപ്പം എപ്പോഴും എക്കോണമിസ്റ്റ് പറയുന്നത് ഒരു മൈൽഡായിട്ടുള്ളൊരു ഇൻഫ്ലേഷനാണ്, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള വിലക്കയറ്റം എപ്പോഴും നമ്മുടെ എക്കോണമിക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ താങ്ക് യു.